ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ധന്യ. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും കൊണ്ടൊരു പെർഫെക്റ്റ് ആയിട്ടൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തു. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നത് പഴംപൊരിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ലംസും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. പിന്നെ നമ്മൾ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. പഴംപൊരിക്ക് കുറച്ച് പഴുത്ത നേന്ത്രപ്പഴം എടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പഴംപൊരി മുങ്ങാനുള്ള അത്ര വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഈ ബാറ്ററിലേക്ക് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് മുക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്ന സമയത്ത് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. പിന്നെ നമുക്കത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് പഴംപൊരി എടുത്തു മാറ്റി വയ്ക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ കടയിൽ കിട്ടുന്നേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്ന പഴംപൊരിക്ക്. ഇതാ ഒരു ഗോൾഡൻ കളറായാൽ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ 4 മണിക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ ഈ മഴക്കാലത്തൊക്കെ നല്ല ചൂട് പഴംപൊരിയും നല്ല ചൂട് ചായയും കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എന്തായാലും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻസുകൾ അറിയിക്കണം, ഞാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.